ശഅബാൻ മാസത്തിൽ മൊത്തത്തിൽ ഒരുപാട് പുണ്യങ്ങൾ നമുക്ക് പറഞ്ഞു. നോമ്പ് എത്രയെത്രയോ തിങ്കളും വ്യാഴവും നമുക്ക് ഉണ്ട്. സാധാരണ പോലെ തന്നെ മറ്റു ദിവസങ്ങളൊക്കെ നോമ്പെടുക്കാവുന്നതാണ്. 13, 14, 15 എല്ലാ മാസത്തിലും നമുക്ക് പഠിപ്പിച്ച സുന്നത്താണ്. ഇനി ഒരു മാസത്തിൽ ഏതെങ്കിലും 3 ദിവസം നോമ്പെടുക്കാൻ പറ്റുമോ? സുന്നത്താണ്. അതൊക്കെ ശഅബാനിലുണ്ട്. ഇതൊന്നും പാലിക്കാത്ത ചിലരുണ്ട്. അവർ എഴുന്നേൽക്കുന്നത് ശഅബാൻ 15-നാണ്. അള്ളയും റസൂലും പറഞ്ഞത് അവർക്ക് വലിയ കാര്യം ഉണ്ടാവൂല. പക്ഷെ എവിടെന്നെങ്കിലും ആരെങ്കിലും ഒരാൾ പറഞ്ഞു കേട്ടാൽ മതി, അവൻ 15-ന്റെ അന്ന് നോമ്പ് നോൽക്കും. കാരണം എന്താ? അന്നൊരു നോമ്പുണ്ട്, എത്രേ ബറാത്ത് നോമ്പെന്ന് പേര്. ഞാൻ പറയാം സഹോദരങ്ങളെ, ഒന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് അള്ളാഹു സ്വീകരിക്കണം, പരലോകത്ത് കൂലി കിട്ടണമെന്നാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾ റസൂലിനെ അനുസരിക്കണം എന്നാണല്ലോ പഠിപ്പിച്ചത്. ഈ വിഷയത്തിൽ ഒരൊറ്റ ഹദീസും ശഅബാൻ 15-ന് പ്രത്യേകമായി അതിനു മാത്രമായ ഒരു നോമ്പ് നബിതങ്ങൾ പഠിപ്പിച്ചില്ല, സ്വഹാബത്ത് ചെയ്തിട്ടില്ല, നബിന്റെ ഭാര്യമാർക്ക് പരിചയമില്ല. എന്ന് മാത്രമല്ല, അതെല്ലാം പഠിച്ചെടുത്ത ഹദീസ് പണ്ഡിതൻ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ പറയുന്നുണ്ട്, ശഅബാൻ 15-നും മാത്രമായ ഒരു നോമ്പ് നോൽക്കുക എന്നത് സുന്നത്തിന് എതിരാണ്. അതാ ഞാൻ ആദ്യം പറഞ്ഞത്. 13-നും 14-നും 15-നും നോമ്പുണ്ട്. ഇനി ഒരു മാസത്തിൽ 3 ദിവസം നോമ്പുകൾക്ക് ഒരാൾക്ക് 15-ഉം 16-ഉം 17-ഉം നോൽക്കാൻ പറ്റുമോ? അയാൾക്ക് കൂലിണ്ട്. അതൊന്നും പാലിക്കാതെ ഒരൊറ്റ ദിവസത്തെ പ്രത്യേകത പറഞ്ഞുകൊണ്ട് ഒരാൾ നോമ്പ് നോൽക്കുന്നതിനെ കുറിച്ച് അവരുടെ തന്നെ പ്രസിദ്ധനായ പണ്ഡിതനായിരുന്ന കണ്ണിയത്ത് ഉസ്താദ് എന്ന് പറയുന്ന മനുഷ്യൻ മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ സ്മരണികയിൽ ചോദിക്കുന്നുണ്ട്, ബറാഅത്ത് നോമ്പ് സുന്നത്താണോ? അദ്ദേഹത്തിന്റെ മറുപടി, സുന്നത്തിൽ നമുക്ക് കാണാൻ കഴിയൂല. നമ്മളല്ല, കണ്ണിയത്ത് ഉസ്താദിന്റെ ഫത്വയാണ്. അന്വേഷിച്ച് നോക്ക്, പഠിച്ചു നോക്ക്. ഇതെല്ലാം അവിടെ ഉണ്ടായിരിക്കെ നമ്മുടെ ജനങ്ങൾ അതിന് തന്നെയാണ് പോരിശ കൊടുക്കുന്നത്. നോമ്പിനെ നമ്മൾ എതിർക്കുകയല്ല, സുന്നത്തായ നോമ്പുകൾ ധാരാളം വേണം എന്നാ പറഞ്ഞത്. ഇല്ല, നോമ്പുകൾക്ക് പ്രചരണം കൊടുക്കരുത്. നിസ്കരിക്കാൻ അവസരമുണ്ട്, ഇഷ്ടമുള്ള എത്രയെത്ര നമസ്കാരങ്ങൾ എല്ലാ രാത്രിയിലും ഖിയാമുൽ ലൈലുണ്ട്. എല്ലാ രാത്രിയുണ്ട്. ചുരുങ്ങിയത് 3 റക്അത്തെങ്കിലുണ്ട്. ളുഹാ നമസ്കാരമുണ്ട്. പകൽ സമയത്ത് 8 റക്അത്ത് വരെ നമസ്കാരമുണ്ട്. ഒളു എടുത്താൽ സുന്നത്ത് നമസ്കാരമുണ്ട്. ഫർള് നമസ്കാരങ്ങളുടെ മുമ്പും ശേഷവും റവാത്തിബ് നമസ്കാരങ്ങളുണ്ട്. എത്രയെത്ര നമസ്കാരങ്ങളുണ്ട്. ഇതൊന്നും മതിയാകാഞ്ഞിട്ടാണ് ചില മനുഷ്യർ അതൊന്നും പാലിച്ചില്ലെങ്കിലും അവർ ശഅബാൻ 15-ന്റെ രാത്രിയിൽ ഒരു 100 റക്അത്ത് നമസ്കരിക്കും. അല്ലെങ്കിൽ 1 റക്അത്ത് നിസ്കരിക്കാൻ മടിയുള്ള മനുഷ്യനാണ്. പക്ഷേ ഇല്ലാത്തൊരു നിസ്കാരാണെങ്കിൽ ജനങ്ങൾ അന്ന് 100 റക്അത്ത് നമസ്കരിക്കും. ഒന്നാമത്തെ റക്അത്തിൽ 10 തവണ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതും. 100 റക്അത്ത് കഴിയുമ്പോഴത്തേക്ക് 1000 ഖുൽ ഹുവല്ലാഹു അഹദ് ഓതി നമസ്കരിക്കും ആ മനുഷ്യർ. ഈ നമസ്കാരം ആരെങ്കിലും പഠിപ്പിച്ചതായി നബിന്റെ ചരിത്രത്തിലുണ്ടോ? മദ്ഹബിന്റെ കിതാബിലുണ്ടോ? ഇമാമിയങ്ങൾക്ക് പരിചയമുണ്ടോ? ഇല്ല. പക്ഷെ നാട്ടിൽ എങ്ങനെയൊക്കെയോ ഇത് പ്രസിദ്ധമായി. ഖുർആനിലെ സൂറത്തുകൾ യാസീൻ ഓതുന്നത് പ്രതിഫലമാണ്, അൽ ബഖറ ഓതുന്നത് പ്രതിഫലമാണ്, ആയത്തുൽ കുർസി ദിവസവും ഓതേണ്ട ആവശ്യമുണ്ട്, സൂറത്തുൽ മുൽക്ക് ദിവസം ഓതേണ്ടതുണ്ട്, സജദ സൂറത്ത് ഓതേണ്ടതുണ്ട്. ആർക്കും പ്രശ്നമില്ല, ആരും മൈൻഡ് ചെയ്യുന്നേ ഇല്ല. പക്ഷേ ശഅബാൻ 15 വന്നാൽ ഇതുവരെ ഓതാത്തവൻ അന്ന് 3 യാസീൻ ഓതും. എന്തിനാ 3 യാസീൻ? ഒന്ന് ബറക്കത്തുണ്ടാവാനാണ്, ഒന്ന് റിസ്ക് അധികരിക്കാനാണ്, ഒന്ന് ആഖിബത്ത് നന്നാകാനാണ്. ആര് പറഞ്ഞു? നമ്മളങ്ങനെ തീരുമാനിക്കാണോ? ഇതാദ്യമായി അവതരിച്ച് കിട്ടിയ പ്രവാചകൻ എങ്ങനെ പഠിപ്പിച്ചെന്നിരുന്നു? എന്തിനും യാസീനാണ്. കേട്ടാൽ വിചാരിക്കും മറ്റെല്ലാ സൂറത്തുകളേക്കാൾ പ്രത്യേകത യാസീനുണ്ട്. യാസീൻ അതിൻ്റെതായ ഒരു മഹത്വമുണ്ട്. എന്നാൽ ഇങ്ങനെ ഒരു സമയം നിശ്ചയിക്കുക, എണ്ണ നിശ്ചയിക്കുക, ഇല്ലാത്ത പോലീശ പറഞ്ഞ് ഉണ്ടാക്കി കൊടുക്കുക, ആര് പഠിപ്പിച്ചു കൊടുത്തതാണ്? സമൂഹത്തിൽ ബറാഅത്ത് എന്ന് പറഞ്ഞ രൂപത്തിൽ ചില ആഘോഷം നടക്കുന്ന പോലെ പാടില്ല. മിഅ്റാജ് ആഘോഷം, അതുപോലെ ബറാഅത്ത് ഒരു ആഘോഷം പോലെ സഹാബത്തിന്റെ ചരിത്രം വായിക്കുമ്പോഴൊക്കെ കാണാൻ സാധിക്കും. അവർക്ക് 2 ആഘോഷമുള്ളത് പെരുന്നാൾ. അതല്ലാത്ത രൂപത്തിലുള്ളത് ആഘോഷമായി കടന്നു വന്നാൽ അത് തള്ളേണ്ടതാണ്. പിന്നെ ചിലർക്ക് ആയുസ് വർദ്ധിക്കാൻ വേണ്ടി, അപകടങ്ങൾ നീങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ട് 6 റക്അത്ത് നമസ്കാരം രാത്രി. ഇതൊന്നും നിബിതങ്ങൾ നേരത്തെ നമ്മൾ സംസാരിച്ചില്ലേ? ഇസ്ലാമിനകത്ത് നബി മരിക്കുന്നതിന്റെ മുമ്പ് വഹയിന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിച്ച ഇബാദത്തുകൾ കാണാനില്ല. സമൂഹത്തിൽ പല ആളുകളും ചെയ്യുന്നത് കാണുന്നുണ്ട്. ഞാൻ അവരെ കുറിച്ച് പറയാം. അള്ളാഹുവിന്റെ ഖുർആനിൽ പറയുന്നുണ്ട്, ചില മനുഷ്യരുണ്ട് ആമിലത്തുൻ നാസിബ, ഒരുപാട് പ്രാർത്ഥിച്ച് നിസ്കരിച്ച് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ക്ഷീണിച്ച് പരലോകത്ത് വരും. തസ്ലാ നാറൻ ഹാമിയ, വെന്തെരിയുന്ന നരകത്തിൽ അവരിട്ട് കത്തിക്കരിക്കുന്നതാണ്. പണിയെടുക്കാത്തവരല്ല, കഠിനമായി അധ്വാനിച്ചിട്ട് ക്ഷീണിച്ച് നരകത്തിലേക്ക് വലിച്ചെറിയെന്ന് പറഞ്ഞതല്ല ചെയ്തത്.